എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ഹെയർ കെയർ ഡ്രൈ ഫ്രൂട്ട് ഓയിൽ. ഇത് നല്ലൊരു ഓയിലാട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇത് 300 ml ആണ് വരുന്നത്. 300 ml ആണ് ഇത് വരുന്നത്. നമുക്ക് രാത്രിയൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഓയിലും കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 175 രൂപ, 175 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഓഫർ ഉള്ളപ്പോൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈസിന് കിട്ടും. ഞാൻ വാങ്ങിയത് 140 റുപ്പീസിനാണ്, 140 രൂപയ്ക്കാണ് നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. ആക്ച്വൽ പ്രൈസ് 175 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആ ഓഫർ വരുന്ന സമയത്ത് വാങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു രാത്രി ഒരാഴ്ചയായി ഞാനിത് രാത്രി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ലൊരു ഹെയർ ഓയിൽ തന്നെയാണിത്. അപ്പോൾ നമ്മൾ രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഹെയർ ഓയിൽ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആവുന്നത്. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരു ഇത് കണ്ടായിരുന്നു, അതായത് കോക്കനട്ട് ഓയിൽ രാത്രി മുടിയിൽ അപ്ലൈ ചെയ്യാമോ എന്ന്. പക്ഷേ കോക്കനട്ട് ഓയിൽ രാത്രി മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഇതുപോലുള്ള ഹെയർ ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം നല്ല ഹെയർ ഓയിൽ മാത്രം മുടിയിൽ അപ്ലൈ ചെയ്യണതാണ് നല്ലത്. അപ്പം ഇതിൽ പറഞ്ഞേക്കുന്നത് രാത്രി കിടക്കാൻ നേരത്ത് മുടിയിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ വാഷിന് ശേഷം, കുളി കഴിഞ്ഞതിന് ശേഷം മുടിയിലും മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് രീതിയിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുടി ഒട്ടും ഡ്രൈ ആവാതിരിക്കും. രണ്ടാമത്തെ കാര്യം, മുടിയിൽ ഒട്ടും തന്നെ ജടയുണ്ടാവില്ല. ഇപ്പോൾ രാത്രി നമ്മൾ മുടിയിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്കും മുടി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. മുടിയിൽ യാതൊരു വിധത്തിലുള്ള ജടയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സാധാരണ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പോൾ ഇതിന് 140 റുപ്പീസാണ് വരുന്നത്. നിങ്ങൾ ആവശ്യമുള്ളവർ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ഇതിന്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ നനഞ്ഞ മുടിയാണെങ്കിൽ ചിലവർക്ക് ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു സ്മെല്ല് മുടിക്ക് കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഹെയർ ഓയിലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഹെയർ ഫോള് കുറയ്ക്കാനും നല്ലതാണെന്നാണ് പറയണേ. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാം. എല്ലാവരും ഈ ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.